ആഹാ ഈ നമ്പറോ? ഇത് ലച്ചേച്ചിന്റെ നമ്പറാ. ഓ അല്ല ഇനി തന്നെ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഇപ്പൊ ഇവിടെ അമ്മയും അച്ഛനും ഇല്ല. ഓ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പിള്ളേർ മാത്രം. എനിക്കങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിള്ളേർ മാത്രമേ ഉള്ളൂ. പിള്ളേരെന്ന് പറഞ്ഞാൽ ലച്ചു ചേച്ചി, മുടിയൻ ചേട്ടായി, ശിവ, പാറു എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക. ഞങ്ങൾ ഏത് നിമിഷവും ഒരു ഗുണ്ട ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. അയ്യോ അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഭയങ്കര അടിയൊക്കെ നടന്നായിരുന്നു നമ്മുടെ വീട്ടില്. ഭയങ്കര വലിയ ഫൈറ്റ് ആയിരുന്നു. ആ അറിഞ്ഞല്ലേ? ആ ഞങ്ങളുടെ അച്ഛൻ വേലുത്തമ്പി തളവയുടെ ഒരു തലമുറക്കാരനാണ്. ഞാൻ പിന്നെ വിളിക്കാവേ. ചേട്ടാ അവിടെ നേരത്തെ കണ്ട് കൊടയാണത്. ഇതാണ് കൊട. ആരാണ്? എന്താണ് അങ്കിൾ ആരോട് വെച്ചിട്ട് വീട്ടിൽ കയറി? കേട്ടില്ല. ഇപ്പൊ ശരിക്കും കേക്കും. അങ്ങൾ ആരും തോച്ചിട്ടാണ് വീട്ടിലോട്ട് കയറിയത്? അതിന് ഉത്തരം അവസ്ഥ. ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയത്? അതിന് നീ ഉത്തരം പറ. അങ്ങനെ നാണോല്ലേ ഞങ്ങളെ? നാണില്ല. ആ അത് ഞങ്ങൾക്ക് അറിയാൻ നാണോ ഇല്ലെന്ന്. അങ്ങളെ ഇപ്പൊ ഇവിടെ വീട്ടിൽ കയറി അച്ഛനെങ്ങനെ അറിഞ്ഞാണ്ടല്ലോ ഇപ്പൊ ഓടി എത്തും നെയ്യാറ്റിൻകരയെന്ന്. അപ്പൊ എന്താ നെയ്യാറ്റിൻകര ഇങ്ങോട്ട് വരാൻ ബസ്സും ട്രെയിനൊന്നും ഇല്ലേ? സർവീസ് ഒക്കെ നിർത്തിയാ? അയ്യോ തമാശ പറഞ്ഞാണാ. കൂടുതൽ കോമഡി അടിക്കല്ലേ? ഞങ്ങള് അങ്ങനെ ഫ്രീഡം മിസ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ദേഷ്യപ്പെടുന്നത്. മോശമായി പോയി. അത് തന്നെ ഞാനും പറയണം, മോശമായി പോയി. ഇവൻ എവിടെ കൂടെ എന്താ ഇടയെ കാണിക്കണം? പിള്ളേരെ ഇട്ടിട്ട് ഇങ്ങനെ തേരാ പാര കറങ്ങി നടക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങളിപ്പോ അത്ര തീരെ പൊടി പിള്ളേരല്ല. ഞങ്ങളെ കുറച്ച് വളർന്ന് ഇവളുടെ കല്യാണം കഴിഞ്ഞ്. അയ്യോ കല്യാണം കഴിഞ്ഞ കാര്യം ഒന്നും പറയണ്ട. ഈ ബന്ധം അവ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ തലയെ കൈ വെച്ച് പറഞ്ഞു, എടേ നമുക്ക് ചേർന്ന ബന്ധമല്ല, വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഉള്ള ജോലിയും കളഞ്ഞിട്ട് അവൻ ഗൾഫിൽ പോയാ. എടാ കണ്ടവന്റെ കൂടെ ഈ കൊച്ചിനെ പിടിച്ച് അയക്കലെന്ന് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ കേട്ടാ? ഞങ്ങളുടെ വാലികള് കേൾക്കരുത് കേട്ടാ. അങ്ങനെ വിശ്വസിച്ചല്ലേ അച്ഛൻ കഷ്ടപ്പെട്ട് കാശൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ പാവം ഉടുപ്പം റെന്റിന് എടുത്തിട്ട് അങ്ങനെ സിംഗപ്പൂരിൽ കൊണ്ടുപോയി അച്ഛനാ. ഇല്ലല്ലോ, ചതിച്ചളഞ്ഞില്ലേ? അങ്ങളെ ഞങ്ങളെല്ലാരും മാറിയും തിരിഞ്ഞും പറഞ്ഞാണ് അങ്ങളെ വിശ്വസിക്കില്ലെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്റെ ബാസ് ചതിക്കൂല. എന്നിട്ട് ചതിച്ചല്ല. തനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി? അതാണ് ഞാൻ പറഞ്ഞത്. അങ്കിള് പോ. സമ്മതിച്ചേ, ഞാൻ ഇവിടെ കയറാൻ പാടില്ല. ഞാൻ കള്ളം തന്നെ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ ആലോചിക്കണം. എൻ്റെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കല്ലേ, എന്തിനാണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് കയറിയവനാണ് ഞാൻ. എനിക്കിത് കേൾക്കണം. വലിയ ആൾക്കാരായി പോയല്ലോടേ, വലിയ ആൾക്കാരായി പോയി. ബാസി ഇപ്പൊ പട്ടി. അവിടെ വെച്ച് കൊട കാണിച്ച് പേടിപ്പിച്ച എന്തിനാ? അയ്യോ അത് കൊടയുടെ കമ്പി ഞാൻ ശരിയാക്കിയത്. ഇന്നലെ പൊട്ടിപ്പോയത് വൈകിട്ട്. അതിനും പറ്റൂലടേ. അതിപ്പോ എനിക്കായ കുറ്റം. വലിയ കഷ്ടം തന്നെയാണേ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലെന്ന് അറിഞ്ഞോണ്ടാണ് വാസ്യങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതങ്ങനെ പറയുകയും ചെയ്തല്ലോ. മാതാപിതാക്കൾ ആരും വീട്ടിലാത്തോണ്ട് നമ്മുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതെന്ന്. നിന്റെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നേ. ദേ നിനക്ക് എല്ലാ കാര്യം അറിയണോല്ലേ? എല്ലാ കാര്യം അറിയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്റെ പൊന്നു തമ്പുരാട്ടി, അറിഞ്ഞിടത്തോളം മതി കേട്ടാ. നിങ്ങൾ സംസാരിച്ചാ? അതെ ഞങ്ങൾ സംസാരിച്ചോളാം. മോളൊന്ന് പോയി തരും ഇവിടെ നിന്ന്. ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ എവിടെ ഇറങ്ങിപ്പോ. കുഞ്ഞാ നീ വാങ്ങുവേ. എന്ത് പറഞ്ഞാലും നീ വാങ്ങുവേ. കുറച്ചു അടുത്താവട്ടെ, എനിക്ക് നല്ലതെന്നറിയാം. എന്തുവാടെ ഇവിടെ? നമ്മള് സംസാരിക്കണ എല്ലാ കാര്യം ആ കൊച്ചിനെ അറിയണം. എന്ത് പ്രശ്നം? ഇനി അറിയണ്ട. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മൾ അഞ്ചടത്തിന് ഭയങ്കര നാക്കാണെന്ന്. നാട്ടുകാര് പറഞ്ഞത്? ഇടയ്ക്ക് ആരോ പറഞ്ഞ കേട്ട് നമ്മൾ അച്ഛന്റെ അമ്മയുടെ സംസാരിക്കണ കേട്ട് തലക്കെട്ടൊന്നും തരാൻ തോന്നുന്നു. അങ്ങനെ പറഞ്ഞേ? അത് ആരോ പറഞ്ഞു കല്യാണത്തിനൊന്ന് പോയപ്പോ. അപ്പൊ തന്നെ ചേച്ചി ഇങ്ങോട്ട് പറയാഞ്ഞെന്ത്? നമ്മൾ അങ്ങനെയാണെന്ന്. സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നമ്മൾ അത്ര എക്സ്ട്രീം ആയിട്ട് കുടുംബക്കാരോട് സംസാരിക്കത്തുള്ളൂ. അല്ല ചേച്ചി, സിദ്ധുള്ളിന്റെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിരുന്നില്ലേ ചോറ്റാനിക്കരയില്? നമ്മളെല്ലാവരും കൂടി പോയത്. അവിടെ പോയതിന് ശേഷമാണ് ചേച്ചി കാര്യം കേട്ടെ. കേശുവേ കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്ന് നമ്മൾ ചേച്ചിയുടെ ബന്ധുവിന്റെ കല്യാണത്തിന് പോയല്ലോ. അപ്പൊ നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടി ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അത് സിദ്ധുള്ളിന്റെ ഏതെങ്കിലും ബന്ധു കേട്ടിട്ടുണ്ടാവും. സിദ്ധുള്ളിന്റെ ബന്ധു വെച്ച് സിദ്ധുള്ളിന്റെ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആന്റി നൈസായിട്ട് അത് ചേച്ചിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ മോളെ ലച്ചുവേ സത്യം? ഞാൻ കല്യാണത്തിന് പോയപ്പോ ആരോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ കത്തിയല്ലേ? കത്തിയായിരുന്നു. അച്ഛൻ പറയുന്നത് ശരിയാ. വേണ്ട നോക്കുമ്പോ തലേ കയറാ. പൊടി അവിടുന്ന്. ആ കൊച്ചിന്റെ നാക്ക് ശരിയല്ലെന്ന് സിദ്ധുവിന്റെ അമ്മ പറഞ്ഞു കേട്ടായിരുന്നു. അന്ന് സിദ്ധുച്ചേട്ടൻ അമ്മയുടെ കൈ തൂങ്ങി പോകുന്ന കണ്ടായിരുന്നു ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടാൻ. ആണാ? അങ്ങനെ ഇവിടെ നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം.
നീ എന്തിനാ കൊച്ചിന് ചെവി പിടിച്ച് തിരിച്ചു വിട്ടത്? അവളുടെ പറച്ചിലേടാ അവള് പറയാ സിദ്ധുവിന്റെ അമ്മ ശരിയല്ലെന്ന്. എടി ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമതോടെ അമ്മയും അച്ഛനും ആരും ഇല്ലാതെ നിൽക്കുക. അവൾക്ക് എങ്ങനെ പ്രാന്തളക്ക് കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം നീ നോക്കിക്കോളാം കേട്ടോ. എനിക്കൊന്നും പറ്റില്ല. ആ അല്ലെങ്കിൽ അവളെ ഞാൻ തന്നെയല്ലേ നോക്കണത്. എന്തോ ആര് നോക്കണ ചേച്ചിയാ? അവൾ 24 മണിക്കൂർ എന്റെ ഒപ്പമാണ്. എനിക്ക് പഠിക്കാൻ പോലും സമയം കിട്ടണില്ല. അതെ 24 മണിക്കൂർ നിന്റെ ഒപ്പമാണ്. പക്ഷെ അവളെ കുളിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ ഞാനാണ്. എന്തോന്നടി, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഫുഡ് എടുത്ത് വായി വെച്ച് കൊടുക്കണം. പിന്നെ അവളെ കുളിപ്പിക്കാൻ വേണ്ടി 2 കപ്പ് വെള്ളം എടുത്ത് തലയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് എന്തോന്ന് ഇത്ര പൊക്കി പറയാൻ? ആണോ? എന്നാ പിന്നോട്ട് ഇയാളങ്ങോട്ട് ചെയ്തോ. ആ അവളെ കുളിപ്പിച്ചോ ഇന്നോട്ട്. അത് റിസ്ക് അല്ലേ? അവളെ നോക്കും വേണം, കുറ്റം മൊത്തം എനിക്കും. അമ്മ മര്യാദയ്ക്ക് അവളെ വിളിച്ചതല്ലേ, അപ്പൊ അവളെന്താ കൂടെ പോവാഞ്ഞേ? അവളെങ്ങനെ കൂടെ പോകും? നമ്മളെല്ലാരും ഇവിടെ നിൽക്കല്ലേ, അപ്പൊ അവൾക്ക് നമ്മുടെ ഇടയിൽ കിടന്ന് വരവാല്ലേ. ആ വിരകി ഞാനൊരു പരിവായി ഇവിടെ. ഫോൺ വന്നാ എന്നാ പോയി എടുത്തോണ്ട് വാച്ചല്ലേ. സരോവരയില്ല. വേണ്ടടി എനിക്ക് നിന്റെ സൗകര്യം, ഞാൻ പോയി എടുത്തോളാം. ഓ ഇപ്പൊ വീണല്ല. എടാ അച്ഛനാണല്ലോ വിളിച്ചത്. അച്ഛനാണോ? തിരിച്ചുവിളി. എന്താ വിളിച്ചേ? ആ ഭാസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അച്ഛനെന്തിനാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? എന്തെങ്കിലും പ്രശ്നമായി കാണും കേട്ടാ. എന്റെ അച്ഛൻ എന്തിനാ എന്നെ ചീത്ത പറയും? ഞാൻ വിളിച്ചിട്ടാണ് ഭാസ്യങ്ങൾ വന്നത്. ഞാൻ എന്താ ചേട്ടന് ഫോൺ കൊടുക്കാം. ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ഇവിടെ ഇല്ലെന്ന് സംസാരിക്കും. ഹലോ അച്ഛാ. അച്ഛാ ഞങ്ങൾ എന്തിനാ വഴക്ക് പറയണത്? ബാസ ഞങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അച്ഛനാണ് ആദ്യമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ ഇതിനകത്ത് വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ആരോട് സോഫ്റ്റ് കോൺ ഓർന്നില്ല അച്ഛാ. എനിക്ക് ആരോട് സോഫ്റ്റ് കോൺ ഓർന്നില്ല. അതെ ഇതിനെ പറ്റി ഞാൻ അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടക്കുണ്ടാവും. ഞാൻ ക്യാഷ് ഉണ്ടായി കൊടുക്കണം. അച്ഛാ അല്ലച്ചാ, അച്ഛൻ സത്യമായിട്ട് ഞാൻ കളിപ്പിട്ടതാ അച്ഛാ. ഇവരൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അച്ഛാ. അച്ഛാ അച്ഛൻ സത്യമായിട്ടില്ല അച്ഛാ. അച്ഛനെ പറ്റിച്ച ഒരാളെ ഈ കേസ് ജീവിക്കാൻ വിടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ലച്ചാ. ഇനി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ മേടിച്ചോണ്ടേ പോകും ഭാസ്യങ്ങള്. അച്ഛാ ഇനി വരാൻ സാധ്യയില്ല. ഞാൻ മാക്സിമം കൊടുത്താണ് വിട്ടേക്കണത്. ശരി അച്ഛാ. എന്താണ് ഞങ്ങൾ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാണ്. ഞാൻ നീ മാത്രം കളിപ്പിട്ടോളൂ. അപ്പൊ ഞങ്ങൾ പിന്നെ ചെയ്ത എന്താണ്? എന്റെ പൊന്നടേ, ഇപ്പൊ ഞാൻ ഇങ്ങനെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ അമ്മയെ വിളിച്ചോണ്ട് അവിടെ ഇങ്ങോട്ട് വരും. വേണ നീ ഇതൊക്കെ പറയും. കാരണം എന്താ അറിയോ? ഇവൻ എപ്പോഴും അച്ഛന്റെ ഗുഡ് ബുക്ക് കാരണം കള്ളനാണോ കള്ളൻ. നല്ലവനായ കളവൻ കേശു പറയാനു. അച്ഛൻ നല്ല കലിപ്പിട്ട് നിൽക്കുക. ഒന്നാമത് എത്ര പ്രാവശ്യം അച്ഛൻ ഭാസ്യങ്ങളെ പിടിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ പോയി രാത്രി വരെ കയറി ചെന്ന്. പക്ഷെ എപ്പോഴും വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ആയിരിക്കും. ആള് വീട്ടിലുണ്ടാവത്തുമില്ല. ആര് പറഞ്ഞ ആള് വീട്ടിലുണ്ടാവില്ലാന്ന്? അങ്കിളെ കാഞ്ഞ പുള്ളിയാണ്, നല്ല ബുദ്ധിയാ. എടാ ബാസ്യങ്ങൾ രാത്രി ഫ്രണ്ട് ഡോറിൽ അത് ലോക്ക് ചെയ്ത് പൂട്ടിട്ട് അങ്ങ് പൂട്ടും. എന്നിട്ട് ബാക്ക് ഡോറിൽ കൂടി കയറിയായിട്ട് കുറ്റി ഇട്ടിട്ട് അവിടെ കിടക്കും. ആ ഗാസ്യങ്ങൾക്ക് അറിയാം അച്ഛൻ രാത്രി വരുന്നു. അച്ഛനെ മണ്ടനാക്കാൻ ഇതിനപ്പുറത്ത് വേറെ നീ ചെയ്യണ. അതവിടെ നിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഭാസ്യങ്ങൾ വന്ന കാര്യം അച്ഛനെ ആരെ ഇൻഫോം ചെയ്തേ? കേശുവേ സത്യമായിട്ട് ഞാനില്ല ചേട്ടാ. സത്യമായിട്ട് ഞാനല്ല. എവളാണ് സത്യം? ഞാനില്ല. ഞാനാണ് സത്യം. അച്ഛനാണ് സത്യം. ഞാനല്ല വിളിച്ച് പറഞ്ഞത്. ചേട്ടാ എനിക്ക് വേറെ പണിയില്ലല്ലോ. സ്വയം കത്തിയെടുത്ത് ആരെങ്കിലും ചാവോടി കുത്തി ചാവൂ. എനിക്ക് വേറെ പണിയില്ലേ? നില്ലേ ഇവിടെ ആരെങ്കിലും ഫോൺ ഒരു കാര്യമില്ലാതെ എവിടെങ്കിലും ഇരുന്നാ വെറുതെ എന്നെടുത്ത് ആരെങ്കിലും വിളിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ. വിളിച്ചു പറഞ്ഞാടി നീ അച്ഛനെ? അയ്യോ നിക്കണോ നിപ്പ് കണ്ടോ? ഒന്നും അറിയാത്ത പോലെ. ഞാൻ നേരത്തെ ചെവിക്ക് പിടിച്ചില്ലേ, അതിന് പാരപ്പെടുത്തതാ. എന്നെ ഞാൻ ഇനിയും പണി നിന്നെ ഉപദ്രവിച്ചാ നീ ഇനിയും പണി തരുമെന്നാ? ഞാൻ ഇനിയും പണി തരും. എടി നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ജനിച്ചതാടി ഞങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ പണി. ഇതേ കൊച്ചേ ഞാൻ ഒരു കാര്യം പറയാം. ഇനി എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ ഫോൺ എങ്ങാനും എടുത്താ. ഇവിടെ ബാക്കിയുള്ളവരുടെ ഫോൺ പോലെയല്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ തന്നെ ഇത്. അച്ഛൻ പറഞ്ഞത് ശരി. കല്യാണം കഴിഞ്ഞ ചേച്ചി ഞാൻ കാരണം നിന്നെ ഞാനുണ്ടല്ലോ പുറകെ ഓടണ കിട്ടത്തില്ല. ഒരു കണക്കിന് അവള് പറഞ്ഞ കറക്റ്റ് തന്നെ കേട്ടോ.